നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾക്ക് പുതിയ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാപ്റ്റേഴ്സ് ഒന്നുമല്ല യൂണിറ്റിലുള്ളത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസ് എന്നുള്ളതാണ്. മാർവൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, മാർവൽസിൻ്റെ സിനിമാസൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ ഹാർമണി ഓഫ് മാർവൽസ് എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. അതിനകത്ത് നോക്കി ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്, ഒരു വണ്ടറായിട്ടുള്ള ഒരു കുട്ടിയുടെ മുഖമുണ്ട്, ഒരു ട്രീ ഉണ്ട്, ഒരു സ്പേസ് കാണിക്കുന്നു, ഇതേ ഒരു ഹാൻഡ് ഉണ്ട്. അത് എന്ത് ഹാൻഡാണെന്ന് നോക്കുക. മൊത്തത്തിൽ ആ കുട്ടിയെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു താഴെ തന്നിരിക്കുന്ന ലൈൻസിൻ്റെ അർത്ഥം പിടികിട്ടും. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒന്നിനെ അത്ഭുതത്തോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമാണ്, നമുക്ക് അതിനെപ്പറ്റിയാണ് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം അല്ലേ. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ആഴത്തിൽ പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കൂ. അപ്പം ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് തോന്നുന്ന ഒരു അത്ഭുതം, അതിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടക്കൂടുതൽ അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നോക്കിയേ, ദി ഡോർവേ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. വാട്ട് ആർ ദ പിക്ചേഴ്സ് കണ്ടോ, അതിനകത്ത് എന്താണ്, കുറേ റോബോട്ട്സിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് കേട്ടോ ഉള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സിൻ്റെ പിക്ചറാണ് നൽകിയിട്ടുള്ളത്. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം. റോബോട്ട്സിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന കോമൺ ടാസ്ക് എന്തൊക്കെയാണ്? നമ്മൾ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം റോബോട്ട്സിന് ചെയ്യാം, അതിൽ കൂടുതലും ചെയ്യാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, കുറച്ചെണ്ണം മതി കേട്ടോ. നോക്കിയേ, ഇപ്പോൾ നമുക്ക് സ്പേസ് എക്സ്പ്ലോറേഷന് നമുക്ക് റോബോട്ടിനെ കൊണ്ടുപോകാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നില്ലേ, ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് റോബോട്ട്സിനെ നമുക്ക് യൂസ് ചെയ്യാം. ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അസിസ്റ്റ് ചെയ്യാം, സർജറീസിനൊക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഗ്രികൾച്ചറിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. എന്താണ്, ഇപ്പോൾ തന്നെ നമുക്ക് കൊയ്ത്ത് അതിൻ്റെ കാലം വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ്, ഡിഫൻസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് റോബോട്ട്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്താണ്, നമ്മുടെ വീട്ടുജോലിക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള കാലങ്ങളിൽ അതാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നൊരു കാഴ്ച. ഇനി, ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്താണ്, വീട്ടുജോലികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോബോട്ടിനെ പറ്റി നിങ്ങൾ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുക, നിങ്ങളെ സഹായിക്കാനായിട്ടൊരു റോബോട്ടിനെ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക, എന്തൊക്കെ നിങ്ങൾ ചെയ്യിക്കും? പ്രധാനമായിട്ട് നമുക്ക് ഉദ്ദേശം എന്താണ്, നമ്മുടെ ഹോംവർക്ക്സ് ഒക്കെ ചെയ്യിക്കാനായിട്ട് റോബോട്ടിനെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. പിന്നെ നമ്മുടെ വീട്ടുജോലി ചെയ്യിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻസ്. 2-3 ഞാൻ നൽകിയിട്ടുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കത് എഴുതാം കേട്ടോ. ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. ഇനി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ്, അതിൻ്റെയൊക്കെ പേര് എന്തെല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോൺ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പം റോബോട്ട്സിനെ പറ്റിയിട്ടും ഗാഡ്ജറ്റ്സിനെ പറ്റിയിട്ടും ഡിവൈസസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന ഇൻട്രൊഡക്ഷനാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലേക്ക് കൂടി കടക്കണം. അപ്പോൾ നിങ്ങളെടുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. കാര്യം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ കമൻസും നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്, എ റോബോട്ട് വിത്ത് എ വൈറസ്.
അതിന് മുമ്പ് ലെറ്റ് us read the story of a boy and a robot. എന്താണ്, നമുക്കൊരു കഥ വായിക്കാം. ആരെ പറ്റിയാ? ഒരു ബോയിയെയും ഒരു റോബോട്ടിനെയും പറ്റിയിട്ടുള്ള കഥ. ആ റോബോട്ട് വിത്ത് എ വൈറസ്. എന്താണ്? വൈറസ് ഉള്ള ഒരു റോബോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കഥ. എഴുതിയിരിക്കുന്നത് ആരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ആരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്നുള്ള ആൾ. അപ്പോൾ എവിടുത്തെ ആളാണത്? വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഏത് സ്ഥലമാണ്? മാഡ്രിഡ് എന്നുള്ള സ്ഥലമാണ്. ഏത് രാജ്യത്താണ്? സ്പെയിനിലാണ്. പിന്നെ അദ്ദേഹം എന്താണ്? ഒരു സ്റ്റോറി റൈറ്ററാണ്. കുറച്ച് വർക്കുകളും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. 1-2 വർക്കുകളൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, അങ്ങനെ കുറേ തന്നിട്ടില്ലേ? അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് എൻ ഓഡിയോ ബുക്ക്. ഒരു ഓഡിയോ ബുക്കായിട്ട് അദ്ദേഹത്തിന് ചില സ്റ്റോറീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നുള്ളത്. ഒരുപാടൊന്നും വേണ്ട, 1-2 വർക്ക് വേണമെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഏത് രാജ്യക്കാരനാണ് നമ്മൾ പഠിക്കണം. റൈറ്ററുടെ പേര്, കറക്റ്റ് സ്പെല്ലിങ്ങും പഠിക്കാം. നോക്കാം, നമുക്ക് കഥ നോക്കാം. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. It was a sunny morning. എന്താണ്? നല്ല സണ്ണി ആയിട്ടുള്ള, നല്ല സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്ന നല്ലൊരു ദിവസം, നല്ല വെയിലൊക്കെ ഉള്ള ദിവസം. The vibrant golden sunlight danced across the street. വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ ഊർജ്ജസ്വലമായ ഗോൾഡൻ നിറത്തിലുള്ള സൂര്യരശ്മികൾ സ്ട്രീറ്റ്സിലെല്ലാം ഇങ്ങനെ ഡാൻസ് ചെയ്ത് നിൽക്കുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അത് എന്തുണ്ടാക്കുന്നു? ഹൗസിൻ്റെയൊക്കെ ടോപ്സിൽ എന്തുണ്ടാക്കുന്നു? വർണ്ണങ്ങൾ, പല വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നു. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. എയർ എങ്ങനെയുള്ളതാണ്? അന്നത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ കാറ്റ്, അല്ലെങ്കിൽ അന്നത്തെ അന്തരീക്ഷം എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. എങ്ങനെയാണ്? വളരെ ക്രിസ്പാണ്. ക്രിസ്പിന് പല അർത്ഥങ്ങൾ നമുക്ക് പറയാം. എന്താണ്? നമ്മൾ ക്രിസ്പി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഫുഡ് ഐറ്റംസും പറയാറുണ്ട് കേട്ടോ. ഇവിടെ അതൊന്നുമല്ല. തണുത്തത് എന്നുള്ള അർത്ഥം പറയാം, പതുപതുത്തത് എന്നുള്ളത് പറയാം, നല്ല ചുരുങ്ങിയത് എന്നുള്ള അർത്ഥമുണ്ട്. അതിലേത് വേണമെങ്കിലും പറയാം. ഇവിടെ തണുത്തത് എന്നുള്ളത് നമുക്ക് വയ്ക്കാം കേട്ടോ. തണുത്തത്. ആൻഡ് റിഫ്രഷിങ്, വളരെ റിഫ്രഷ് ആയിട്ടുള്ളതാണ്. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദി സ്കൈലൈറ്റ്. ഇനി സ്കൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്കൈലൈറ്റ് ഈസ് എ വിൻഡോ ഓൺ എ റൂഫ്. നമ്മൾ പർഗോള എന്നൊക്കെ പറയില്ലേ, വീടുകളിൽ വെക്കത്തില്ലേ? റൂഫിനകത്ത് ഉണ്ടാക്കുന്ന ഒരു വിൻഡോ, ലൈറ്റ് കടന്നു വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, അതാണ് സ്കൈലൈറ്റ്. അപ്പോൾ ഈ സ്കൈലൈറ്റിലൂടെ സൂര്യരശ്മികൾ ആരുടെ റൂമിലേക്ക് എത്തി നോക്കുന്നു? റിക്കിയുടെ റൂമിലേക്ക് അങ്ങനെ എത്തി നോക്കുക. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഈ സമയത്തും റിക്കി ബെഡിലാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള കുട്ടി. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് which had everything you can ever want, but he was slovenly in his habits. He just threw his belongings all over the place. എന്താണ് റിക്കി താമസിക്കുന്നത്? റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. റിക്കി താമസിക്കുന്നത് വളരെ ലവ്ലി ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഹൗസാണ്. അതായത് ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം ഒരു വീട് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതേപോലത്തെ ഒരു വീട്ടിലാണ് ഇപ്പോൾ ആര് താമസിക്കുന്നത്? റിക്കി താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വോണ്ട്. ഒരു പക്ഷേ ഇത് ഭാവിയിലേക്ക് അതേ ആകാം കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ എന്തുണ്ട്? നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് വേണം എന്നുള്ളത് അത് ഫുൾ ഉണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ റിക്കി ഭയങ്കര എന്താണ്, ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യത്തില്ല, അലസനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. അവൻ്റെ സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ വലിച്ചു വാരി എറിയുന്ന സ്വഭാവക്കാരനാണ് ആര്? റിക്കി. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. അമ്മ എന്താണ്, വീടിൻ്റെ എല്ലാ മൂലയിലും പോയിട്ട് അവൻ്റെ ഓരോ സാധനങ്ങളും പെറുക്കി എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണ് അമ്മയുടേത്. ഹിസ് മദർ ഹു വാസ് ദി മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അവൻ്റെ അമ്മ എന്താണ്, ഒരു ബാങ്കിലെ മാനേജറാണ്. അവർ രാവിലെ ജോലിക്ക് പോകും. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി.
അവർക്ക് എപ്പോഴും റിക്കിക്ക് കൊടുക്കാൻ ഓരോ പണികൾ ഇങ്ങനെ പറയും. എന്താണ്? റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എന്താണ്? റിക്കി നീ എന്ത് ചെയ്യുക? നിൻ്റെ സ്കൂൾ ബാഗ് കൊണ്ടുപോയിട്ട് സ്റ്റഡി റൂമിൽ വെക്കുക. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്ന് തുണികൾ ഇടുക. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. എന്താണ്? ടിഫിൻ ബോക്സ് കഴുകൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ടീഷർട്ടും ട്രൗസേഴ്സും ഒന്ന് അയൺ ചെയ്യൂ. എന്താണ്? തേക്കാൻ പറയില്ലേ? ആൻഡ് സോ ഓൺ. അങ്ങനെ പലതുമുണ്ട്. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേ. പക്ഷെ റിക്കി എപ്പോഴും കളിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്. റിക്കി അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും യാതൊരു ഹെൽപ്പും ചെയ്യുന്ന കുട്ടിയല്ല. But he was as excited as his parents when they bought the latest model of a butler robot. പക്ഷേ വീട്ടുകാര്യങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലാത്ത റിക്കിക്ക് ഒരു ബട്ട്ലർ റോബോട്ട്, ഒരു പുതിയ മോഡൽ ബട്ട്ലർ റോബോട്ടിനെ ഒരു വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഭയങ്കരമായ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി, സന്തോഷമുണ്ടായി. As soon as it arrived off, it went cooking, cleaning and ironing. വീട്ടിൽ വന്ന ഉടനെ അത് പണി ചെയ്യാനായിട്ട് പോയി. എന്തൊക്കെ പണിയാണ് ചെയ്യുന്നത്? കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും ഒക്കെ ആര് ചെയ്യുന്നു? റോബോട്ട് ചെയ്യുന്നു. ബട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദി ഫ്ലോർ. പക്ഷേ അത് ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിക്കിയുടെ ഡ്രസ്സുകളൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങളും ഒക്കെ പോയിട്ട് എന്ത് ചെയ്യണം? ഫ്ലോറിൽ നിന്ന് എടുക്കണം. മെയിനായിട്ട് ക്ലോത്ത്സ്. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. എന്താണ് റിക്കിയുടെ കാര്യം പറയുന്നത്? ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം. ഏതാദ്യത്തെ ദിവസമാ? റോബോട്ടിനെ കൊണ്ടുവന്ന ദിവസം. ആദ്യത്തെ ദിവസം ഹി വെന്റ് ടു സ്ലീപ്പ്. എന്തിനു പോയി റിക്കി? ഉറങ്ങാനായിട്ട് പോയി. ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്റ്റർ സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. എല്ലാ ദിവസവും അവൻ്റെ ബെഡ്റൂം എങ്ങനെയാ? മൊത്തം അലങ്കോലപ്പെട്ട് ഇങ്ങനെ നശിച്ച് കിടക്കില്ലേ? അങ്ങനെയായിരുന്നു. അതേപോലെയാണ് അന്നത്തെ ദിവസം അവൻ ഉറങ്ങാൻ പോയപ്പോൾ ബെഡ്റൂം ഉണ്ടായിരുന്നത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദി നെക്സ്റ്റ് മോർണിംഗ്, പക്ഷെ പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം നല്ല ക്ലീനും നല്ല അടുക്കിനും ഉണ്ടായിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. എന്താ പറയുന്നത്? ഓ വണ്ടർഫുൾ, എത്ര നീറ്റും എത്ര വൃത്തിയുമായിട്ടല്ലേ, എത്ര അടുക്കുമുള്ളതാണ് എൻ്റെ റൂം, അങ്ങനെ കാണപ്പെടുന്നു എൻ്റെ റൂം അല്ലേ? ഹി എക്സ്ക്ലെയിംഡ്. അവൻ അത്ഭുതമാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. എന്താണ്? ഒരുപക്ഷെ എങ്ങനെ പറയാം? ഇത് ഭയങ്കരമായ വൃത്തിയായി പോയി എന്ന് പറയാം. റിക്കി couldn't find his favorite t-shirt nor his favorite football. റിക്കിക്ക് എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചില്ല? അവൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ടീഷർട്ടും അതുപോലെ ഫേവററ്റ് ആയിട്ടുള്ള ഫുട്ബോളും കണ്ടെത്താൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ റിക്കി എന്താ ചെയ്യുക? അവൻ്റെ ഇഷ്ടപ്പെട്ടതും അവൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ റൂമിൻ്റെ തറയിൽ ഇങ്ങനെ ഇടും. ഇപ്പോൾ ഈ റോബോട്ട് വന്ന് ഇതൊക്കെ അടുക്കി വെച്ചപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഇത് എവിടെയാണ് ഇരിക്കണത് എന്ന് കണ്ടുപിത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ റിക്കിക്ക് എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല? അവൻ്റെ ടീഷർട്ടും കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ ഫുട്ബോളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ? അവൻ ചോദിക്കുക എന്താണ്? അമ്മ എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ബോൾ എവിടെ എന്ന് ചോദിക്കുന്നു. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. എന്താണ്? അമ്മ ഇങ്ങനെ ശല്യം ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദേ ഹാവ് ഗോൺ. അപ്പോൾ വീട് ഫുള്ള് ആരടിച്ച് പറക്കുന്നുണ്ട്? റിക്കി അരിച്ച് പറക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ചോദിക്കുകയാണ് എന്താണ്? ഇതെവിടെ ആയിരിക്കും ഇതൊക്കെ പോയിരിക്കുക എന്ന് റിക്കി ചോദിക്കുന്നു. However much he searched during the day, those two items did not reappear, and the same was to happen with other things too. However much he searched during the day, those two items did not reappear. അവനൊരു ദിവസം ഫുള്ള് ഇരുന്ന് നോക്കിയിട്ട് പോലും ഈ രണ്ട് ഐറ്റംസും കിട്ടിയിട്ടില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. മറ്റുള്ള കാര്യങ്ങളും അവൻ്റെ മറ്റ് തിങ്സിനും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പം ഇനി ആ ഒരു റോബോട്ടിനെ ഉള്ളു സംശയിക്കാൻ. കാര്യം എന്താ? ഇദ്ദേഹം അവിടെ വന്നപ്പോൾ തൊട്ടാണ് ഒന്നും കാണാത്തത്.
അപ്പോൾ എന്താ ഇതിനെയല്ലേ സംശയിക്കേണ്ടുന്നത്? അപ്പോൾ അങ്ങോട്ട് സംശയ കണ്ണുകളോടുകൂടി, സസ്പീഷ്യസ് എന്ന് വെച്ചാൽ സംശയിക്കുകയാണ് കേട്ടോ, ആ കണ്ണുകളോടുകൂടി റോബോട്ടിനെയാണ് നോക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഹിസ് ഹാൻഡി വർക്ക്. എനിക്ക് തോന്നുന്നു ഇത് ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഇവൻ ചെയ്ത കൃത്യമാണ് എന്ന് തോന്നുന്നു. He hatched a plan to spy on the robot and began following it around the house. Finally, he caught it red-handed while it was picking up one of his clothes. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. എന്താണ്? He hatched a plan to spy on the robot and began following it around the house. അപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തത്? ഹാച്ച്ഡ് എന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യുകയാണ് കേട്ടോ. ഒരു പ്ലാൻ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് വെക്കുകയാണ്. എന്താണ്? ആ റോബോട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ സ്പൈ ആയിട്ട്, എന്താണ്, ചാരപ്പണി ചെയ്യാനായിട്ട് നടക്കില്ലേ, അങ്ങനെ പോവുക. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദി ഹൗസ്. അത് വീട്ടിൽ എവിടെ പോകുന്നു അവിടെയൊക്കെ രഹസ്യമായിട്ട് ഇങ്ങനെ അവൻ അതിനെ ചുറ്റി പോവുക. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് എന്ന് വെച്ചാൽ കയ്യോടെ പിടിക്കുക. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? കയ്യോടെ അങ്ങ് പിടിച്ചു. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അതിൻ്റെ ആ എന്താണ്, റിക്കിയുടെ ഒരു ക്ലോത്ത് എടുക്കുന്ന ടൈമിൽ ആരാ? ഈ റിക്കി റോബോട്ടിനെ കയ്യോടെ അങ്ങ് പൊക്കി. റിക്കി ഫോളോഡ് ദി റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ഒരു സൗണ്ടും ഉണ്ടാക്കാതെ റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്ത് പോയി. ടു ഹിസ് സർപ്രൈസ്, അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഹി സോ ദി റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. എന്താണ്? അവൻ്റെ ടീഷർട്ട് വളരെ നീറ്റായിട്ട് റോബോട്ട് മടക്കുന്നുണ്ട്. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ്. എന്താണ്? തുണികളുടെ ഒരു കൂമ്പാരത്തിൻ്റെ പുറത്ത് തന്നെ വെച്ചു. എവിടെയാ? ഇൻ ദി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അങ്ങനെ അതവൻ കയ്യോടെ പിടിച്ചു. ആരാ? റിക്കി. ആരെ പിടിച്ചത്? റോബോട്ടിനെ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും നോക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അത്രയും ലെങ്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസമാണ്, നമുക്കും പ്രയാസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഇത് തന്നെയാണ്. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇതല്ല എന്നുള്ളത്. ഇത് തന്നെയാണ് കേട്ടോ ടെക്സ്റ്റ്. ഫസ്റ്റ് ചാപ്റ്ററും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല മിടുക്കരായിട്ടിരിക്കണം. ഓൾ ദി ബെസ്റ്റ്.